ബംഗളൂരിൽ നിന്ന് കണ്ടെത്തിയ മലയാളി സൈനികൻ വിഷ്ണുവിനെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഷഹദ് റഹ്മാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിഷ്ണു ഇപ്പം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിനെ സ്വീകരിക്കാനായിട്ട് അച്ഛനും അതുപോലെ തന്നെ അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. വിഷ്ണുവിൻ്റെ ആദ്യ പ്രതികരണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിഷ്ണു ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട്, അതായത് CIയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. ഫോൺ ഓഫായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ വരുന്ന വഴിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത്, നാട്ടിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സന്തോഷമാണ്, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി കല്യാണത്തിനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളതായിരുന്നു വിഷ്ണുവിൻ്റെ ആദ്യ പ്രതികരണം. ഇപ്പോൾ മാധ്യമങ്ങളോട് വിഷ്ണു പ്രതികരിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിഷ്ണുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെ ബ്രദറും മറ്റ് ബന്ധുക്കളും ഒക്കെ തന്നെയുണ്ട്, അയൽവാസികളും ഒക്കെ തന്നെയുണ്ട്. വിഷ്ണു ഇപ്പോൾ CIയുടെ റൂമിൽ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയാണ്. ഉടനെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം കുറച്ചധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു മാൻ മിസ്സിംഗ് കേസായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ നടത്തിയതിന് ശേഷം വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. എങ്കിൽ അതിനുശേഷം മാത്രമേ വിഷ്ണുവിന് വീട്ടുകാർക്കൊപ്പം വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഇപ്പോൾ വിഷ്ണുവുമായിട്ട് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഒന്ന് സംസാരിക്കും. കാരണം ഒന്ന് മൈൻഡ് ഒന്ന് കൂളാക്കും. കാരണം എന്തൊക്കെയാ പറഞ്ഞാലും കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നടന്നു. പോലീസ് ചെന്ന് വിഷ്ണുവിനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരികയാണ്. വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പാനിക്കൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂളാകണം. അതിനുശേഷമായിരിക്കും മെഡിക്കലിന് കൊണ്ടുപോവുക, പിന്നീടാകും കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഇപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളും അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഉണ്ട് വിഷ്ണുവിനെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും എന്തായാലും വിഷ്ണുവിന് വീട്ടിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.